ഹലോ ഗായ്സ്, ഞാനിപ്പോൾ നമ്മുടെ വെള്ളിമല അമ്പലത്തിലാണ്. അപ്പോൾ ആ അമ്പലത്തിൽ നിങ്ങൾ കണ്ടില്ലേ, ഈ കായ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കായിൻ്റെ മരമാണ് ഈ കാണുന്നത്. നമ്മുടെ രക്ഷസിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ മരം ഉള്ളത്. കണ്ടില്ലേ, നല്ല പച്ച പച്ച കായ്കൾ ഇഷ്ടം പോലെ മരം നിറച്ചുണ്ട്. ഇതെന്താണെന്ന് ഇനി ആരും ഓർത്ത് ഡൗട്ട് അടിക്കേണ്ട. ഇതാണ് നമ്മുടെ രുദ്രാക്ഷം. രുദ്രാക്ഷം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യം ഓർക്കുന്നത് നമ്മുടെ ശിവഭഗവാനെയാണ്. കാരണം നമ്മുടെ ശിവഭഗവാന്റെ കയ്യിലും കഴുത്തിലും ജടയിലൊക്കെ നിങ്ങൾ ഈ രുദ്രാക്ഷം ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ? ഈ രുദ്രാക്ഷമാണ് എൻ്റെ കഴുത്തിലുള്ളത്. അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതാണോ, ഇത് എങ്ങനെ സംഭവം? സത്യം പറഞ്ഞ ഇത് മരത്തിൽ നിന്ന് വരുന്നതാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രുദ്രാക്ഷം ഞാൻ ആദ്യമായിട്ട് കഴുത്തിലിടുന്നത്. ഞാൻ പിന്നെ ഇതുവരെ അത് അഴിച്ചിട്ടില്ല ഗായ്സ്. രുദ്രാക്ഷത്തിന്റെ കായ്കൾ മരത്തിൽ നിന്ന് ഇങ്ങനെ പഴുത്ത് നിലത്ത് വീഴും. അപ്പോൾ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കഴുകി എടുക്കുമ്പോഴേക്കും കറക്റ്റ് അതേ ഷേപ്പിൽ നമുക്ക് കിട്ടും. എൻ്റെ കഴുത്തിലിട്ട രുദ്രാക്ഷം ഞാൻ കാണിച്ചു തരാം ഗായ്സ്. ഇത് 5 മുകളുള്ള രുദ്രാക്ഷമാണ്. നമ്മൾ രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും. മരത്തിൽ നിന്ന് വരുന്ന കല്ലുകളാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ രുദ്രാക്ഷം.